ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, നമുക്ക് നമ്മുടെ കൊണാമി തിങ്കളാഴ്ച ഒരു കിടിലൻ പാക്കാണ് കൊണ്ടുവന്നിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് പറഞ്ഞ പാക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ കിടിലൻ പ്ലേയേഴ്സാണ് വരുന്നത്. ഒരു നമ്മുടെ തൂറം വരുന്നുണ്ട്, അതുപോലെ തന്നെ പിർളോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്രാവശ്യം പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലെയറാണ് റോബർട്ടോ ഫെറി പറഞ്ഞിട്ട്. മൂന്ന് പേരും കിടിലൻ പ്ലേയേഴ്സാണ്, ഒരു രക്ഷയില്ല. ഇപ്പം എൻ്റെ മെയിൻ അക്കൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ നമ്മളുടെ തൂറം ഓൾറെഡി നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോൾ ഇത് കറക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്, ബട്ട് എനിക്കിതിൽ നമ്മുടെ പിർളോ വേണമെന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പാക്ക് ഓപ്പൺ നമ്മുടെ മെയിൻ അക്കൗണ്ടിലല്ല, ഇത് നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടാണ് റിസ്വാൻ പ്രോയുടെ. അപ്പോൾ എന്തായാലും ഇതിലാണ് നമ്മളിത് പെടയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ ഇപ്പോൾ 5700 കോയിനുണ്ട്, ബട്ട് ആൾക്ക് ഇതിൽ വേണ്ടത് തൂറത്തിനാണ് കേട്ടോ. അപ്പോൾ 3 കിടിലൻ കാർഡ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൂറത്തിനൊക്കെ എനിക്ക് കളിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മുടെ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് ഡിഫൻഡറാണ് ആളിപ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല. ഹൈറ്റൊക്കെ കുറച്ച് കുറവാണ് സെൻറ്റർ ബാക്ക് ഇടുമ്പോൾ, ബട്ട് ആളുടെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആൾ സെൻറ്റർ ബാക്കിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ റൈറ്റ് ബാക്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ പിർളോ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാതെ കിടിലൻ കാർഡാണ്, ബെസ്റ്റ് DMF ആണ്, അതും ഓർക്കസ്ട്രേച്ചർ കാർഡായിട്ട് വരുന്നത്. അതും പറയേണ്ട ഫെറി ഇപ്പോൾ ന്യൂവിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സെൻറ്റർ ബാക്കാണ്. ഇത് ബിൽഡപ്പ് കാർഡാണ്, ബട്ട് സ്റ്റാറ്റ്സ് വെച്ച് അക്രമമാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ മൂപ്പര് പക്ഷേ ഡിഫൻസിൽ ഹൈറ്റ് 181 കേട്ടോ, അതൊരു പ്രശ്നമാണ്. ബട്ട് കിടിലാണ് ആൾ, ഒരു രക്ഷയില്ല പറയാം. ഫസ്റ്റ് ലുക്ക് തന്നെ അടിപൊളിയാണ്. അപ്പോൾ റോബർട്ടോ ഫെറി കേട്ടോ, റിക്കാർഡോ ഫെറി എന്നാണ് പേര്. അപ്പോൾ എന്തായാലും 3 പേരും കിടിലൻ കാർഡാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ടാർഗറ്റ് തൂറാണ് കേട്ടോ. അപ്പോൾ തൂർ ഇതിൽ വന്നിരിക്കുന്ന ഫോർട്രസ് പ്ലസ് ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലായിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പിർളോ നോക്കുകയാണെങ്കിൽ വിഷണറി പാസ് പ്ലസ് ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലാണ്. പിന്നെ നമ്മുടെ ഫെറി വന്നിരിക്കുന്ന ഫോർട്രസ് ആണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബിനിൽ വേണ്ടത് നമ്മളുടെ തൂറത്തിനാണ്. തൂറത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വേണ്ടത് തൂറത്തിനും, അതാണ് വേറെ കോമഡി. അപ്പോൾ എന്തായാലും നോക്കിയോ ഗൈസ്. അപ്പോൾ 2 ദിവസം കണ്ടൻറ്റും കാര്യങ്ങളും കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മുതൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ തൂറം ഇസ് മെയിൻ ടാർഗറ്റ്. 29 വയസ്സുള്ള 182 ആയിട്ടുള്ള തൂറാണ് കേട്ടോ. ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. അപ്പോൾ ആൾ റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും കളിക്കുന്നത് അറിയാലോ. അപ്പോൾ തൂറാണ് മെയിൻ ടാർഗറ്റ്, പിർളോ ഫെറി ഓർഡറിൽ എടുക്കണേ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. തൂറം വായോ തൂറം ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ഐസ്. അയ്യോ എടാ, കളറ് മാറ് പ്ലെയറോ അടാ. ഫീച്ചേർഡ് കാർഡാണ് ഗൈസ്. റോമയുടെ പ്ലെയറാണ് നെഡീക്ക. ഓക്കെ, ഞാൻ പെട്ടെന്ന് മറ്റേ കളറ് മാറി വിചാരിച്ചു അവിടെ വന്ന് നിൽക്കുമ്പോഴേ, പക്ഷേ ഫസ്റ്റ് ട്രൈ തന്നെ നമ്മൾ പൂജിച്ചിരിക്കുകയാണ് അവിടെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രൈ പടയ്ക്കാം. റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്കനെ 3 വട്ടം തൊട്ട് എന്തായാലും 1 2 3 നമുക്ക് ഉള്ളിൽ കയറാം. നമുക്ക് സാധനം കിട്ടിയേ തീരൂ. തൂറത്തിന് എങ്ങനെയൊക്കെ വേണം. തൂറം വിസിൻ്റെ മെയിൻ ടാർഗറ്റ്. ഇവന്മാർ 2 ഒരു വട്ടം തൊടാം. പക്ഷേ എപ്പിക്കിട്ടാലും നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. സെക്കൻഡ് ട്രൈ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇറ്റ്സ് ആൻ എപ്പിക്. എടാ പിർളോ അല്ല തോന്നുന്നുണ്ട്. സംഭവം ഇനി അവിടെ വന്നിട്ട് വരികയുള്ളൂ. സാധനപ്പോൾ വരും. എടാ ഫെറിയടാ, തൂറത്തിനാടാ വേണ്ടത്. റിക്കാർഡോ ഫെറിനെയാണ് കിട്ടിയിരിക്കുന്നത്. റിക്കാർഡോ ഫെറി. തൂറായിരുന്നു ടാർഗറ്റ്, പക്ഷേ ഫെറീനെ കിട്ടി. നമുക്ക് ഇതിൽ ഫെറി ഫസ്റ്റ് ടൈമാണ് ഗെയിമിൽ, നമുക്ക് എങ്ങനെ ഉണ്ടാവും അറിയില്ല. പക്ഷേ ടാർഗറ്റ് തൂറാണെന്ന് ആൾ പറഞ്ഞത്. അപ്പോൾ തൂറായിരുന്നു നമുക്ക് വേണ്ടത്, അതാണ് കേട്ടോ. അല്ലാണ്ട് നിരാശപ്പെട്ടല്ല, ഫെറീനെ കിട്ടിയത് ലാഭമാണ്. നൈറ്റ് വലിയ നെഗറ്റീവ് അടിക്കരുത് പ്ലീസ്. അപ്പോൾ എന്തായാലും ഫെറി. പക്ഷേ ഇത് എൻ്റെ അക്കൗണ്ടിൽ ഇറക്കണമെങ്കിൽ ആദ്യം എടുത്ത് തൂറത്തിന് തരുമാതിരി, അതാണ് 1 കോമഡി. അപ്പോൾ ആൾക്ക് തൂറത്തിന് വേണം, അപ്പോൾ തൂറത്തിന് തരുകയും ചെയ്യില്ല. ഇവന്മാരുടെ ലോജിക്ക് നമുക്ക് അറിയണ കാര്യമാണ്. എടാ തൂറത്തിനാടാ. ഇവന്മാരുടെ 2 നമുക്ക് 3 വട്ടം തൊടാം, അത് നല്ലൊരു ഐഡിയ ആണ്. എന്നിട്ട് തൂറത്തിന് 1 വട്ടം തൊട്ടാൽ മതി. അപ്പോൾ തൂറത്തിന് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. തൂറത്തിന് 1 വട്ടം തൊടാം. ഓക്കെ, സാധനം ഇങ്ങനെ നമ്മൾ മച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. പിർളോ ടാസ്ക്കാണ് തോന്നണില്ല. ഇനിയിപ്പോൾ ഒരെണ്ണം ഓൾറെഡി കിട്ടിയല്ലോ ഇതിൽ, അതാണ്. ഫെറീനെ കിട്ടിയോണ്ട് ഇനി തൂറത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. നോക്കാം.
എടാ കളറ് മാറാ, കളറ് മാറാ, കളറ് മാറാ. യെസ്, ഇതെങ്കിലും തന്ന് അതിനെ രക്ഷപ്പെട്ട്. എടാ ഇനി തന്നില്ലെങ്കിൽ ഞാൻ വിട്ടൂര ഉള്ളവര് പറയാലോ. തൂറം പ്ലീസ് തൂറം. യെസ്, ഇറ്റ്സ് മാർക്കസ് തൂറം. യെസ്, തൂറത്തിനടിച്ച് ഗൈസ്, തൂറത്തിനടിച്ച്. അത് മതി, അത്രേ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് പറയുന്നത് തൂറാണ്. സോ തൂറത്തിന് കിട്ടിയിരിക്കുകയാണ്. എടാ പെറിയ തൂറ് അടുപ്പിച്ച് കിട്ടിയടാ. അത് എടാ ഇതല്ല ഇവിടെ ആഗ്രഹിച്ച പാക്ക് ഓപ്പണിങ് കുത്തേ. ചെങ്കായിക്ക് കൈനൊട്ടും ടാർഗറ്റിന് എടുത്തു കൊടുക്കാൻ പറ്റിയില്ലേ? ആ കൈനൊട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ധാരണ. ഈ വട്ടം നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും 5000 കോയിനിൽ ഇതാ 3000 പോയി ബാക്കി വെച്ചിട്ട് നമ്മൾ കിട്ടിയിട്ട് ഗൈസ്. സാധനം കിട്ടി നമ്മളുടെ എക്കനെ. സോ ദൂരത്തിന് കിട്ടി, ഫെറീന് കിട്ടി. നമുക്ക് വേണ്ട ഒരു കാർഡും പിന്നെ പുതിയതൊന്നാണ്. രണ്ടെണ്ണത്തിന് എന്തായാലും എനിക്ക് വേണ്ടി വരും. ഓക്കെ, സോ 2 കാർഡിനും കിട്ടിയിട്ടുണ്ട്. നോക്കണത് 120 പ്ലേസ് ഉള്ളൂ. എടാ ഇത് എൻ്റെ കറക്കാണ്, ഇതൊന്നല്ലല്ലോ ഇപ്പന്മാർ തരാറ്. നന്ദി വേണടാ, നന്ദി. കുഴപ്പമില്ല, നമുക്ക് ടാർഗറ്റിനെ തരാറില്ല നമ്മുടെ അക്കൗണ്ടിൽ. പക്ഷേ ചെങ്ങായി കിട്ടി, രക്ഷപ്പെട്ട് കഴിച്ചു. തൂറും കിട്ടി, ഫെറിയും കിട്ടി. എന്തായാലും സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഫിൽട്ടർ, അയ്യോ തോട്ട് ഓർഡർ ഓഫ് സൈനിങ് തൂറം. തൽക്കാലം എവിടെ ഇടുക? മൊബൈലെടുത്ത് വാങ്ങിച്ചാൽ സെൻറ്റർ ബാക്ക് ഒരുത്തന്നെ എടുത്ത് കളയാം. ഇതിലാരേലൊക്കെ എടുത്ത് കളയാം. PT എടുത്ത് കളയാം. ഇനി അവനെ എവിടെ ഇടാം? തൂറത്തിന് റൈറ്റ് ബാക്ക് ജസ്റ്റ് കൊണ്ട് ഇടാം കേട്ടോ. എന്നിട്ട് ടെസ്റ്റ് നമുക്ക് ലെവൽ ട്രെയിനിങ് കൊടുക്കാം. ലെവൽ ട്രെയിനിങ് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ബൂസ്റ്ററാണ് വിഷയം വരിക. ഇവന് ലെവൽ ട്രെയിനിങ് കൊടുക്കട്ടെ. ഓക്കെ, 105 106 കേട്ടോ. ഇനിയിപ്പോൾ ബൂസ്റ്റർ ക്രാഫ്റ്റ് കൂടി കൊടുത്ത് അത്യാവശ്യം ഉണ്ടാവും. അവിടെ ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഇല്ല. സോ കറൻ്റ്ലി ക്രാഫ്റ്റിംഗ് ഇല്ലാണ്ടുള്ള സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഓട്ടോ കൊടുത്തിട്ടാണിത്. അപ്പോൾ ഡിഫെൻസിബിൾ ബാക്കാണ്, എയർലി ക്രോസറാണ് ആളുടെ വന്നിരിക്കുന്നത്. സോ ഇതാണ് ആളുടെ ഓവറോൾ റേറ്റിംഗ് വരുന്നത്. 106 കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട് കണ്ടോ. ഡിഫെൻസീവിൽ പക്കയാണ്. പക്ഷേ ഇത് നമുക്ക് സെൻറ്റർ ബാക്ക് രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ 95 മുകളിൽ പോയി കിടക്കും. വേറെ കാര്യം, സ്പീഡ്, ആക്സലേഷൻ, കിക്കുമ്പോൾ ജമ്പൊന്നും നോക്കണ്ട, സീനാണ്. സ്റ്റാമിന 102 അത്രയും കിടലൻ കാർഡാണിത്. തൂറം, കിടലൻ തൂറം. ഇനിയിപ്പോൾ മറ്റേ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതാണ് സാധനം. 25 വയസ്സുള്ള ബിൽഡപ്പ് കാർഡാണ്. 181 ഹൈറ്റുള്ള. അവിടെ കുറച്ച് പ്രശ്നം വരുമെന്ന് സംശയമുണ്ട്. ലോങ് ബോൾ എക്സ്പേർട്ടാണ് കേട്ടോ ആള്. വളരെ സ്റ്റാറ്റ്സ്. പക്ഷെ എൻ്റെ പൊന്നി ഇതെന്താ സാരത്? ഇതെന്താണിത്? 110 റേറ്റാണ് മറ്റേ ഒരു സെൻറ്റർ ബാക്കിലൊക്കെ റേറ്റിംഗ്. ഇതെന്ത് ഫുള്ള് ഇത് കത്തലാടില്ല. സ്പീഡ് 83, ആക്സലേഷൻ 86, ജമ്പ്. എടാ ഇത് അൾട്ടിമേറ്റ് ആട്ടോ. ഇതൊരു രക്ഷൂല. ഇതിലെക്കാടി സത്യം പറയില്ല. എന്താണ് ഈ സ്റ്റാറ്റ്സ് ഇങ്ങനെ? സ്കിൽസ് ഏതൊക്കെയായിരുന്നു? ഫോർസസ് പ്ലസ് ഫോർസസ് മാത്രമുള്ളൂ. എന്തായാലും ഗൈസ് ടാർഗറ്റിൽ എടുത്തു കൊടുക്കാൻ പറ്റി, സന്തോഷമുണ്ട്. അപ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ ഇറക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കറക്കം ഒരു പ്ലാൻ ഉണ്ട്, ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ട്. എന്നെ മൂപ്പിക്കണ്ട, ഞാൻ ചിലപ്പോഴേ ഇറക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. ഹാപ്പി പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട്. സാധനം കിട്ടിയില്ല. തൂറത്തിനായിട്ട് ഫെറീനെ കിട്ടിയും ഫോർ ജസ്റ്റ് 2800 കോയിനായിട്ട് തോന്നുന്നു. 3000 കോയിൻ അങ്ങനെ പറയാം. ഓക്കെ, എന്തായാലും കിട്ടിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഗൈസ് എന്തായാലും ഹാപ്പി, റിസൺ പ്രോ ഹാപ്പി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.